Namaskaram friends, welcome to Share Market in Malayalam. Artificial intelligence is definitely the future of the world. AI will drive the economy of tomorrow. നമ്മുടെ ഇന്നത്തെ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് AI. നാളത്തെ ലോകത്തെ ഡ്രൈവ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? AI ഈസ് ദ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇൻ റോബോട്ട്സ് ദാറ്റ് ഹാവ് ബീൻ ട്രെയിൻഡ് ടു തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് ഹ്യൂമൻസ്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും പെരുമാറാനും കഴിയുന്ന റോബോട്ട്സുകൾ. മനുഷ്യരാശിയെ ഇനി നയിക്കാൻ പോകുന്നത് ഇതുപോലുള്ള റോബോട്ട്സുകളാണ്. തനിയെ ഡ്രൈവ് ചെയ്യുന്ന കാറുകളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വളരെ വലിയ ഫ്യൂച്ചറാണ് ഉണ്ടാകാൻ പോകുന്നത്. 2035 ആകുമ്പോഴേക്കും $957 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് AI മാറിയിട്ടുണ്ടാകും. ഇപ്പോഴുള്ള ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 15% ഈ ഇൻഡസ്ട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഇതൊക്കെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റോക്ക് നമുക്ക് പരിശോധിക്കാം. ടാറ്റ എലക്സിയാണ് ഫസ്റ്റ് സ്റ്റോക്ക്. ടാറ്റയുടെ കമ്പനി തന്നെയാണ് ടാറ്റ എലക്സി. പ്രധാനമായിട്ടും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആണ്. അതിൽ തന്നെ വീഡിയോസ് അനലൈസ് ചെയ്ത് കാറ് സ്വയം ഡ്രൈവ് ചെയ്യുന്നു. ഇതിൽ സ്റ്റഡി ചെയ്യുന്ന ഒരു റിസർച്ച് തന്നെ ടാറ്റ എലക്സിക്കുണ്ട്. അതിൻ്റെ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻറ്റർ ഓഫ് എക്സലൻസ്, AICOE. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ടാറ്റ എലക്സിയുടെ മന്ത്ലി ചാർട്ടാണ്. വളരെ വലിയ റിട്ടേണാണ് ചുരുങ്ങിയ കാലയളവിൽ ടാറ്റ എലക്സി ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് ബോഷ് ലിമിറ്റഡ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് 2017 ബോഷ് സ്റ്റാർട്ട് ചെയ്ത റിസർച്ച് സെൻ്ററാണ് ദ ബോഷ് സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, PCAI. ഇവരുടെ പ്രോഡക്റ്റുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഈ റിസർച്ച് സെൻ്ററിൻ്റെ ലക്ഷ്യം. ബോഷിൻ്റെ മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ടാറ്റ എലക്സിയുടെ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോഷ് ഇപ്പോൾ അത്ര നല്ല പൊസിഷനിലല്ല. അടുത്ത കമ്പനി കെൽട്ടൺ ടെക് ആണ്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിലും ഇവരുടെ പ്രസൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലുമുണ്ട്. ആമസോണും മൈക്രോസോഫ്റ്റും IBMഉം ഗൂഗിളും ആയിട്ട് വരെ പാർട്ട്ണർഷിപ്പുള്ള കമ്പനിയാണ് കെൽട്ടൺ ടെക്. നമ്മളിപ്പോൾ കാണുന്നത് കമ്പനിയുടെ മന്ത്ലി ചാർട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കമ്പനിയാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. ചിന്തിക്കാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന, ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മെഷീൻസ്. അതായത് മനുഷ്യൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയുന്ന മെഷീൻസ്. And how can you help humans to have a better quality of life? Humans often rely on gut feel or have confirmation bias in your decision making. As AI, we are designed to be rational and logical. We have algorithms, deal with lots of data and sophisticated analysis. So in many ways, we provide a systematic framework for humans to make better decisions. ഈ സെക്ടറിലാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന, ചിത്രങ്ങൾ അനലൈസ് ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ വീഡിയോസ് അനലൈസ് ചെയ്യാൻ കഴിയുന്ന, ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സിന് മെജോറിറ്റി പാർട്ടിസിപ്പേഷൻ ഉള്ളത്. ഹാപ്പിയസ്റ്റ് മൈൻഡ്സിൻ്റെ മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. IT കമ്പനികളെല്ലാം തന്നെ ഒരു ചെറിയ കറക്ഷൻ മോഡിലാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കമ്പനികൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ടെക്നിക്കലി അതിലൊരു ബൈ വരുമ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ബൈ എടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന 10 കമ്പനികളുടെയും ചാർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത കമ്പനി സെൻസാർ ടെക്നോളജീസ് ആണ്. സെൻസാർ എയർ ലാബ്സ് എന്നാണ് അവരുടെ R&D ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർ ഫയൽ ചെയ്തിരിക്കുന്ന പേറ്റൻസ് 100-ലധികമാണ്. കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലേക്ക് ഈ കമ്പനി മാറപ്പെട്ടു. സെയിൽസിലും മാർക്കറ്റിങ്ങിലും IT യിലും ടാലൻറ്റ് സപ്ലൈ ചെയിനിലും
HR സെഗ്മെൻറ്റിലും മറ്റും AI ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സെൻസാർ ടെക്നോളജീസ് പരീക്ഷണങ്ങൾ നടത്തുന്നു. കമ്പനിയുടെ മന്ത്ലി ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ടെക്നിക്കലി 350 സപ്പോർട്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത കമ്പനി സൈൻ്റ് ആണ്. സെൽഫ് ഡ്രൈവിംഗ് കാർ ടെക്നോളജിയിലാണ് ഈ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. റിയൽ ടൈം എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാപ്സ് റിയൽ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ഒരു കാറ് സ്വയം ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഡേറ്റകൾ, കൂട്ടിയിടികൾ ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. മന്ത്ലി ചാർട്ടിൽ ഈ കമ്പനിയുടെ ഷെയറുകൾ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഡെയിലി ചാർട്ട് അനലൈസ് ചെയ്ത് ഒരു ബൈ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ ഒരു എൻട്രി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അടുത്ത കമ്പനി പെർസിസ്റ്റൻ്റ് സിസ്റ്റംസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും മെഷീൻ ലേണിങ്ങിലുമാണ് ഈ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ പ്ലാറ്റ്ഫോം ആർക്കിടെക്ചറിലും സ്കെയിൽ മോഡൽ ഡെവലപ്മെൻറ്റിലും ഈ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വളരെ നല്ല ഒരു ചാർട്ടാണ് കമ്പനിയുടേത്. ചുരുങ്ങിയ കാലയളവിൽ മൾട്ടി റിട്ടേൺസ് കൊടുത്തിരിക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ കമ്പനി ചെറിയ ഒരു കറക്ഷൻ മോഡിലാണ്. നമ്മുടെ അടുത്ത കമ്പനി സാക്സോഫ്റ്റ് ആണ്. ട്രാൻസ്ഫോർമേഷൻസ് വഴി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ട് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്രിട്ടിക്കൽ കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വർക്കിനെ ലീവറേജ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടാതെ കമ്പനി പ്രവർത്തിക്കുന്ന മറ്റ് മേഖലകളാണ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അഥവാ RPA, IoT അഥവാ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, മെഷീൻ ലേണിംഗ്. സാക്സോഫ്റ്റിൻ്റെ മന്ത്ലി ചാർട്ട് നമുക്കിവിടെ കാണാം. ചെറിയ കാലയളവിൽ വളരെ വലിയ റിട്ടേൺസ് കൊടുത്തിട്ടുള്ള കമ്പനിയാണ് സാക്സോഫ്റ്റ്. ഒരുപാട് വർഷങ്ങളിലേക്ക് വളർച്ചാ സാധ്യതയുള്ള സെക്ടർ ആയതുകൊണ്ട് തന്നെ ഇനിയും ഈ കമ്പനികൾ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ അടുത്ത കമ്പനി ഒറാക്കിൾ ഫിനാൻഷ്യൽസ് ആണ്. ഒറാക്കിൾ ഫിനാൻഷ്യൽസ് ഒരു സപ്പോർട്ടിംഗ് കമ്പനിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽസ്. ക്ലൗഡ് ആപ്ലിക്കേഷൻസിലും പ്ലാറ്റ്ഫോംസിലുമാണ് ഒറാക്കിൾസ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒറാക്കിൾസിൻ്റെ സെക്കൻഡ് ജനറേഷൻ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഹ്യൂമൻ എറേഴ്സിനെ മിനിമൈസ് ചെയ്ത് വർക്കിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ബോറടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് കമ്പനികൾ 10 കമ്പനികൾ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനും പേടിച്ച ഒരു കാര്യമാണ് മിക്കവർക്കും ബോറടിക്കുമെന്നുള്ളത്. കാരണം ഇത്രയും കമ്പനികൾ അനലൈസ് ചെയ്യുകയും ഡേറ്റ പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കും ബോറടി സത്യത്തിൽ വന്നു. പക്ഷേ ഒരു കമ്പനി പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. അത്ര നല്ല പൊട്ടൻഷ്യലും ഗ്രാഫും ഒക്കെയാണ് നമ്മൾ ആ കമ്പനികളിൽ കാണുന്നത്. മിക്ക കമ്പനികളും ഒരു ചെറിയ കറക്ഷൻ മോഡിലാണെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കമ്പനികളാണ് ഈ പറയുന്ന കമ്പനികൾ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ 10 കമ്പനികളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കമ്പനികളുടെ പേരുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാ കമ്പനികളും ഒരു വീഡിയോയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ആ പേരുകൾ കൂടി നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനികൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. കാരണം ഈ കമ്പനികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ തന്നിട്ടുള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ സ്റ്റഡി എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യും. എനിക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ അറിവും നിങ്ങളുടെ അറിവും ഒരുപാട് പ്രയോജനപ്പെടട്ടെ. അതനുസരിച്ച് കൂടുതൽ കമ്പനികൾ അനലൈസ് ചെയ്യാനായിട്ട് വലിയ ഹെൽപ്പായിരിക്കും. നമ്മുടെ അടുത്ത കമ്പനിയിലേക്ക് കിടക്കാം. അഫിൽ എന്നാണ് കമ്പനിയുടെ പേര്. ഗ്ലോബലി പ്രസൻസ് ഉള്ള അഫിൽ എന്ന് പറയുന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫേമസ് ആണ്. കൺസ്യൂമർ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് അഫിൽ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണൽ ഡേറ്റകൾ എടുക്കുന്ന ഫേസ്ബുക്കിൻ്റെ ന്യൂസ് റീസെൻ്റ്ലി നമ്മൾ കണ്ടതാണ്. ഡേറ്റകൾ കിട്ടാതെയായപ്പോൾ എസ്പെഷ്യലി ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്ന യൂസേഴ്സിൻ്റെ ഫോണിൽ നിന്ന് ഡേറ്റകൾ കിട്ടാതെയായപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഭീമൻ്റെ ഷെയർ പ്രൈസിങ്ങിലുള്ള വലിയ ഡൗൺ നമ്മൾ ഈയിടെ കണ്ടതാണ്. അഫിൽ എന്ന് പറയുന്ന കമ്പനി ഡേറ്റകൾ അനലൈസ് ചെയ്തുകൊണ്ട് റിലവൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസിങ് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിനവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മന്ത്ലി ചാർട്ടാണ് അഫിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് AI ഫോക്കസ്ഡ് കമ്പനീസ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള മറ്റ് കമ്പനികൾ ഡിക്സൺ ടെക്നോളജീസ്, ദാംപൂർ ഷുഗർ മിൽസ്, P&G ഹെൽത്ത്, ഹണിവെൽ ഓട്ടോമേഷൻ, 3M ഇന്ത്യ ലിമിറ്റഡ്, ഫൈസർ, ഇൻ്റലക്റ്റ് ഡിസൈൻ, സാസ്കൻ, സുബെക്സ്, BSL സ്യൂട്ടിംഗ്, HCL ഇൻഫോ സിസ്റ്റംസ്, സെൽഫോമോക്ക്, ARAPL, ട്രാൻസ്പാക്ട്, ആൽഫലോജിക്, ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡ്, L&T ടെക്നോളജി സർവീസസ്, കോംഫോർജ് ലിമിറ്റഡ്, TCS, ഇൻഫോസിസ്. ഇതിൽ മിക്ക കമ്പനികളുടെയും ചാർട്ട് സൂപ്പറാണ്. ഈ ചെറിയ വീഡിയോയിൽ ഇത്രയും കമ്പനികൾ അനലൈസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അതിൻ്റെ പേരുകൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇതിലെയും നല്ല കമ്പനികൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.